മച്ചപ്പരത്തുള്ള പ്രോഗ്രാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇവിടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ പുതിയ വീട്ടിലോട്ട് മാറുന്നതിൻ്റെ. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ അവിടുത്തെ റൂം കുറച്ചുകൂടെ റെഡി ആകാനുണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് ചേഞ്ച് ആവും. പിന്നെന്താണ്, ഇന്നിപ്പം അതായത് എൻ്റെ മേഡത്തിൻ്റെയൊക്കെ വീട്ടിലേക്ക് കുറച്ച് സാധനം കൊണ്ടുപോകാനുണ്ട്. അപ്പം അതിനി ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടിറക്കണം. അപ്പം എല്ലാം ഞാൻ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരു ആപ്പിൾ ഉറച്ചു വരുത്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓട്ടം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ സാധനം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഓട്ടം വിളിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഇത് കണ്ടില്ല, ഇതൊക്കെ നല്ല ടി വിയാണ്. ഒന്ന് പണിഞ്ഞെടുത്താൽ മതി. പക്ഷെ നമുക്കിവിടെ അതിനുള്ള സൗകര്യമില്ല കാണാൻ. വെറുതെ പണിയാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ആരുടെയും വണ്ടിയില്ല. ഒരു വണ്ടിയുണ്ട്, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് വേണം പോകാൻ. വെയിലാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല വെയിലാണ്. ഇപ്പം എന്തായാലും അങ്ങോട്ട് പോട്ടെ. പോകുമ്പോൾ കാഴ്ചകളുണ്ടായി കാണിച്ചു തരാം. നമുക്കെന്തായാലും പോയി ഊണ് കഴിച്ചിട്ട് വരാം. ഇവിടെ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. എന്തായാലും റൗദ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നറിയാം. നമുക്കെന്തായാലും അകത്തോട്ട് കയറാം. അങ്ങനെ നല്ലൊരു ഊണുമൊക്കെ കഴിച്ച് ഇനി അടുത്ത ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ പോയി കുറേ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം സാധനം മേടിക്കണം. അതുകൊണ്ടാണ് വീട്ടിൽ തിരിച്ചു പോകാൻ ടൈമില്ല. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് വീട്ടിലോട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെളിയിൽ അങ്ങ് കഴിച്ചത്. അപ്പോൾ എന്തായാലും ഊണൊക്കെ സൂപ്പറാണ്, പൊളിയാണ്. ഇത് നമ്മുടെ കേരള ഹോട്ടൽ തന്നെ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഗൈസ്, അപ്പം അന്നേരം ഞാൻ 10 മണിക്ക് ഇവിടുന്ന് ഞാനിപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് 5:15 അല്ല 5 മണിയാകുന്നു. അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. കുറേ ഫോട്ടോയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അതിന് നമ്മളടുത്ത് തന്നെ അത് പോയി മേടിച്ചുകൊണ്ട് പുതിയ വീട്ടിലോട്ട് പോകണം. നിങ്ങൾ ഞങ്ങളുടെ പഴയ വീട് കണ്ടിട്ടില്ലല്ലോ. ഇന്ന് വരെ ഞങ്ങളും അതിൻ്റെ അകത്ത് കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വൃത്തിയാക്കേണ്ടത് കൊണ്ടെല്ലാം ഞങ്ങൾക്ക് അകത്ത് കയറാൻ അവസരം കിട്ടി. കാണിച്ചു തരാം. ഇനി അവരിങ്ങോട്ട് വരത്തില്ല. അവർ ഈ വീട് ഒന്നീ ഇത് പൊളിക്കും, അല്ലെ ഇത് ആർക്കെങ്കിലും കൊടുത്ത് കാണും. അങ്ങനെ വരാറുള്ളൂ. നമ്മുടെ നാട്ടിൽ പോയിട്ട് അങ്ങനല്ല. ഇവിടെ 15 കൊല്ലം ഇത്ര കൊല്ലമെന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പൊളിക്കണമെന്നാണ്. ഇതാണ് വീട്. നേരത്തെ ഇതിൻ്റെ അകത്തൊന്നും വാതിക്ക വരെ ഉള്ളായിരുന്നു നമുക്ക് പ്രവേശനം. ഞാനിപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ അകത്ത് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിററുണ്ട്. ഇതിനി അങ്ങോട്ട് കൊണ്ടുവരണം, മേഡം വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോയില്ല. കണ്ടില്ലേ, AC ഉണ്ട്, ഈ ലൈറ്റൊക്കെ കണ്ടില്ലേ, അതൊന്നും കൊണ്ടുപോയില്ല.
ഇവിടെ ഒത്തിരി അല്ലാതെ ഓരോ റൂമിലായാലും സീലിംഗ് ഒക്കെ കണ്ടില്ലേ, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗ്ലാസും ഇനി കുറച്ച് സാധനം കൂടെ മേടിക്കാനുണ്ട്, അതുകൂടെ മേടിച്ചിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ ആ വീട് കഴിഞ്ഞ വീഡിയോ കണ്ടതല്ലേ, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇനി കളയാൻ. നമ്മളൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ വൃത്തിയാക്കി എടുക്കത്തില്ലേ. ഇതൊക്കെ നല്ല സാധനമാണ്. ഇതൊക്കെ ഇപ്പം വർക്കാകത്തില്ലെന്നേ ഉള്ളൂ. ചാർജ് ചെയ്താൽ നല്ല സാധനമാണ്. അതുകൊണ്ട് ഈ സൈക്കിളൊക്കെ കണ്ടില്ലേ, ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊന്നും അവർ കൊണ്ടുപോയില്ല. ഇതാണ് ഞങ്ങളുടെ പഴയ വീട്. ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ ഗ്യാസ് ഇവിടെ നിന്നാണ് ഓരോ കണക്ഷൻ. ഞങ്ങളുടെ റൂമിലോട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഒരു കടയിലാണ്, കടയുടെ ഫോട്ടോ മാത്രമേ അയച്ചെന്നുള്ളൂ, ലൊക്കേഷൻ ഇല്ല. ഇത് കണ്ടില്ലേ നമ്മുടെ ഫ്ലാറ്റ്. ഇതിൻ്റെ അകത്ത് ഇനി പാർക്കിംഗ് കിട്ടാനാണ് പാട്. ഇതിൻ്റെ അകത്ത് ഇനി എവിടെയാന്ന് പോയി എന്ന് കണ്ടുപിടിക്കണം. ഈ ഏരിയയിൽ എവിടെയാണ്. അപ്പം ഞാൻ കടയൊന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനം കട നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കട അവിടെ, ആ നീല വണ്ടി അങ്ങ് പാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കടയിലോട്ടൊന്ന് കയറട്ടെ. ഓക്കെ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മളെ ബാർബർ ഷോപ്പിൻ്റെ കൂട്ടോ, നോക്കി എല്ലാ സൈഡിൽ നിന്നും ബൈക്കിലും ഇവിടെ നേരെ ഡെസ്കാണ്. അങ്ങനൊരു സാധനം ഇല്ലേ, എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, അവരെടുക്കാൻ പോയത്. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഓടിയാണ് ഓടി പരുവായി. ഈ 2-3 ദിവസം കൊണ്ട് ഈ സാധനങ്ങൾ അങ്ങോട്ട് ലോഡ് ചെയ്യുന്നു ഇങ്ങോട്ട് ലോഡ് ചെയ്യുന്നു, അല്ലാതുള്ള ഓട്ടമില്ല. പക്ഷെ ഇത് തന്നെ ആകുമ്പോഴത്തേന് ഒരു സമയമാവും എല്ലാം കഴിയുമ്പോൾ. കറക്റ്റ് സമയത്ത് കഴിക്കാനൊന്നും പറ്റുന്നില്ല. ഗൈസ്, അപ്പം നമ്മൾ സാധനമൊക്കെ ഇറക്കി. അപ്പം മേഡത്തിനെയും പിള്ളേരെയും കൊണ്ട് ഓട്ടം വന്നതാണ്. ഇവിടെ പൂച്ചയുണ്ട്, കണ്ടോ, പൂച്ച നോട്ടം കണ്ടോ. ഇവിടെ പിന്നെ അവരിവിടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്. ഇവിടാണ് മുടിഞ്ഞ ബ്ലോക്ക്. ഇനി എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. മുടിഞ്ഞ ബ്ലോക്കാണ്. ഞാനപ്പം ആ പുതിയ വീട്ടിൽ ചെന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, എല്ലാ ഹൗസ് ഡ്രൈവർമാരും ആഗ്രഹിക്കുന്ന ഒരു റൂം. ഇത്രയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാണിച്ചു തരാം.
ഇവിടെ ഇപ്പം പണി കഴിഞ്ഞിട്ടില്ല. ഈ 2 കട്ടിലെന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഒരു റൂമുണ്ട്, അവിടത്തേക്കാണ് ഒരെണ്ണം. ഇവിടെ ഇപ്പോൾ ഒരാളെ ഉള്ളൂ താമസിക്കും, അതായത് ഞാൻ. ഇതിൻ്റെ പണിയായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാഞ്ഞത്. ബാത്റൂമെല്ലാം പുതിയത്. ഇത്രയേ ഉള്ളൂ മിക്ക ഡ്രൈവർമാരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പലതും പറയാതാണ് ഇവിടെ ജീവിക്കുന്നത്. അവരുടെ അവസ്ഥ അതങ്ങനെയാണ്. നമ്മുടെ റൂമിൻ്റെ വെളിവശം. ഞാനിപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ മിക്ക ഡ്രൈവർമാരും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ, അതായത് ഇവിടെ സൗദിയിലുള്ള മിക്ക ഹൗസ് ഡ്രൈവർമാർക്കും മനസ്സിലായി കാണും എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതങ്ങനെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റമില്ലാത്തത് ഈ ഹൗസ് ഡ്രൈവർമാരുടെ റൂമിലായിരുന്നു. അതാണ് ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതം. ഇത്രയും വലിയ റൂം പലയിടത്തും ഇങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. ഞാൻ പോയിട്ടുമുണ്ട്, എനിക്ക് ഒത്തിരി പേരെ പരിചയമുണ്ട്. അവർ റൂമെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചിലർ ആദ്യമായിട്ട് വരുന്നവർ നല്ല റൂം കിട്ടിയവരൊക്കെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരൊന്നും അവർക്കറിയാം എന്താണ് ഞാനീ പറഞ്ഞതിൻ്റെ എന്ന്. ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ കാര്യം, ഞാൻ ഇവിടെ സാധനമെല്ലാം കൊണ്ട് ഇറക്കി. എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനിയും മേഡത്തിനും കൊണ്ട് അങ്ങോട്ട് പോകണം. ഇപ്പോൾ സമയം 8 മണിയാകും. രാവിലെ തൊട്ട് തന്നെ ഓട്ടമാണ്. ഓരോ ലൊക്കേഷൻ തരുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമുക്കിതിങ്ങ് ശീലമായി, നമുക്കറിയാം നമുക്ക് വേറെ ഒരു പരിപാടി നടക്കത്തില്ല അത് കാരണം. പിന്നെ എല്ലാവരും ഡെയിലി വീഡിയോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറേശ്ശെ ആയാലും ഓരോ വീഡിയോ വെച്ച് ഇടാൻ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. നമ്മൾ കുക്കിംഗ് വീഡിയോ നമ്മളൊരു തവണ നോക്കി ഫ്ലോപ്പായിപ്പോയി. അത് ആരും ഇല്ല വീഡിയോ ഒന്ന് പിടിച്ചു തരാനായാലും. ഒറ്റയ്ക്ക് കിടന്ന് നടക്കത്തില്ല, അതാണ് വിഷയം. പിന്നെന്താണ്, പിന്നെ വീഡിയോ കാണുന്നവർ മിക്കവാറും പേര് ലൈക്ക് ചെയ്യും, കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുക്കുക. അതായത് നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പറ്റി അറിയത്തുള്ളൂ. അതാ ആരോ വിളിച്ചതായിട്ട് തോന്നി. അതായത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർക്ക് സൗദിയിലെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്. പക്ഷേ ചിലയിടത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാത്തത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതി എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെയും കൂടെ കാണിച്ചു തരും. ഞാൻ പറഞ്ഞില്ല, ഇവർ മരുഭൂമിയിലൊക്കെ പോകുന്നതായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ പോയി. അന്നൊന്നും എനിക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഒരു തവണ എടുത്തു, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ കൂടെ വെച്ച് നടത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരിക്കൽ കാണാം. ബൈ.